നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. ഞാൻ റിജു രാമൻ. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ വിരാടപർവ്വത്തിലെ ഗോഹരണപർവ്വം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥാഭാഗം തന്നെയാണ്. കൗരവർ വിരാടൻ്റെ പശുക്കളെ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് വരുന്നതും അർജുനൻ അവരെ തടയുന്നതുമായിട്ടുള്ള രംഗങ്ങളാണ്. ഇത് യുദ്ധമാണ് മുഴുവനും. കഴിഞ്ഞ 2 വീഡിയോകളായിട്ട് യുദ്ധമായിരുന്നു. ഇനിയുള്ള ഈ വീഡിയോയും യുദ്ധമായിരിക്കും. ഇനിയുള്ള 2 വീഡിയോകളിലും യുദ്ധമായിരിക്കും. അപ്പോൾ ഇതിൽ വളരെ വിശദമായിട്ടുള്ള വർണ്ണനയാണ് കൊടുത്തിരിക്കുന്നത്. അതെങ്ങനെയാണോ വ്യാസഭഗവാൻ അദ്ദേഹത്തിൻ്റെ 1,20,000-ൽ പല ശ്ലോകങ്ങൾ പറഞ്ഞിട്ടുള്ളത്, അത് അതേപടി വിദ്വാൻ കെ പ്രകാശം മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്ത് ഗദ്യമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് DC ബുക്സ് പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ വർണ്ണനകളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ ഒരു വീഡിയോ കേട്ടതിന് ശേഷം ഈ വീഡിയോ കേൾക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഒഴുക്കിനനുസരിച്ച് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അർജുനൻ ഉത്തരനോട് വെളിപ്പെടുത്തുകയാണ് ഞങ്ങൾ ആരൊക്കെയാണെന്നുള്ള കാര്യം. അർജുനൻ പറഞ്ഞു, ഞാനാണ് അർജുനൻ, കങ്കനാണ് യുധിഷ്ഠിരൻ, നിൻ്റെ അച്ഛൻ്റെ പാചകക്കാരനായിട്ടുള്ള വല്ലവനാണ് ഭീമൻ, അശ്വബന്ധനാണ് നകുലൻ, പശുക്കളെ നോക്കുന്നവനാണ് സഹദേവൻ, സൈരന്ധ്രിയാണ് ദ്രൗപദി, അവൾ കാരണമാണ് കീചകൻ കൊല്ലപ്പെട്ടത്. ഉത്തരൻ അത്ഭുതത്തോടു കൂടിയിട്ട് ചോദിച്ചു, അർജുനന് 10 പേരുകളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അവ പറഞ്ഞു തന്നാൽ അങ്ങ് പറയുന്നത് ഞാൻ വിശ്വസിക്കാം. അർജുനൻ പറഞ്ഞു, ഉത്തര, നീ ശ്രദ്ധിച്ച് കേൾക്കുക. ആ 10 പേരുകൾ ഇവയാണ്: അർജുനൻ, വിജയൻ, ജിഷ്ണു, കിരീടി, ശ്വേതവാഹനൻ, ബീഭത്സു, ഫൽഗുനൻ, കൃഷ്ണൻ, സവ്യസാചി, ധനഞ്ജയൻ. ഉത്തരൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങേ ഈ പേരുകളിൽ വിളിക്കുന്നത്? ഇതിൻ്റെ പിന്നിലെ സത്യം പറഞ്ഞു തരൂ. അർജുനൻ വിശദീകരിച്ചു കൊടുക്കുകയാണ്, രാജ്യങ്ങളെയെല്ലാം ജയിച്ച് ധാരാളം സമ്പത്ത് നേടിയതുകൊണ്ട് ഞാൻ ധനഞ്ജയനായി. യുദ്ധത്തിൽ എന്നോട് എതിർക്കുന്നവരെയൊക്കെ ജയിക്കാതെ ഞാൻ പിന്മാറാത്തതുകൊണ്ട് ഞാൻ വിജയനായി. വെളുത്ത കുതിരകളെ കെട്ടിയ തേരിലിരുന്ന് യുദ്ധം ചെയ്തതുകൊണ്ട് ഞാൻ ശ്വേതവാഹനനായി. ഹിമേത്സാനുവിൽ ഫാൽഗുനി നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ട് ഫൽഗുനൻ എന്ന് വിളിക്കുന്നു. പണ്ട് അസുരന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ ഇന്ദ്രൻ എൻ്റെ തലയിൽ കിരീടമണിയിച്ചു. അങ്ങനെ ഞാൻ കിരീടിയായി. യുദ്ധത്തിൽ ഒരിക്കലും മോശമായിട്ടുള്ള അഥവാ ബീഭത്സമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ട് ഞാൻ ബീഭത്സുവാണ്. ഗാന്ധീവം എന്ന വില്ല് ഇടത് കൈ കൊണ്ടും വലത് കൈ കൊണ്ടും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് എന്നെ സവ്യസാചി എന്ന് വിളിക്കുന്നു. ഏറ്റവും ശുഭ്രമായിട്ടുള്ള അതായത് നേരായിട്ടുള്ള പ്രവൃത്തികൾ മാത്രം ചെയ്യുന്നതുകൊണ്ട് ഞാൻ അർജുനനായി. ഞാൻ തടുക്കാൻ കഴിയാത്തവനാണ്, ഇന്ദ്രിയങ്ങളെ ജയിച്ചവനാണ്, ഇന്ദ്രൻ്റെ മകനാണ്. അതുകൊണ്ട് ദേവന്മാരും മനുഷ്യരും എന്നെ ജിഷ്ണു എന്ന് വിളിക്കുന്നു. കൃഷ്ണൻ എന്നത് 10ാമത്തെ പേരാണ്. അത് അച്ഛനിട്ടതാണ്. കൃഷ്ണനെപ്പോലെ മനോഹരമായിട്ടുള്ള നിറമുള്ളവൻ എന്ന അർത്ഥത്തിൽ ബാലനായിട്ടുള്ള എന്നെ സ്നേഹിച്ച് വിളിച്ച പേരാണത്. വൈശമ്പായനൻ കഥ തുടരുകയാണ്. ഉടനെ ഉത്തരൻ അർജുനെ വന്ദിച്ചു പറഞ്ഞു, അല്ലയോ ധനഞ്ജയ, ഞാൻ ഭൂമിഞ്ജയനാണ്. പേരുകൊണ്ട് പിന്നീട് ഞാൻ ഉത്തരനായതാണ്. ഭാഗ്യം അർജുന, അങ്ങയെ കാണാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യം. അങ്ങേക്ക് സ്വാഗതം. ഗജരാജാവിനെ പോലെ കരുത്തുള്ളവനെ, ചുവന്ന കണ്ണുള്ളവനെ, നീണ്ട കൈകളുള്ളവനെ, ഞാൻ മുമ്പ് അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞ വാക്കുകൾ അങ്ങ് ക്ഷമിക്കണം. അങ്ങ് മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്നവനാണെന്ന് അറിഞ്ഞതോടെ എൻ്റെ പേടി മാറി. ഞാനിപ്പം വളരെയധികം സന്തോഷത്തിലാണ്. അല്ലയോ വീര, നല്ല തേരിൽ കയറി എൻ്റെ സഹായത്തോടെ അങ്ങ് ഏത് സൈന്യത്തിലേക്കാണോ പോകുന്നത് എന്ന് പറയുക. ഞാൻ അങ്ങയെ അവിടെ എത്തിക്കാം. അർജുനൻ പറഞ്ഞു, അല്ലയോ പുരുഷ ശ്രേഷ്ഠ, നീ പേടിക്കേണ്ട. യുദ്ധത്തിൽ നിൻ്റെ ശത്രുക്കളെ ഞാൻ ജയിക്കാം. നീ സമാധാനമായിട്ടിരിക്കുക. ഞാൻ വീരന്മാരായിട്ടുള്ള ശത്രുക്കളുമായി ഏറ്റുമുട്ടി പോരാടുന്നത് നീ നോക്കിയിരുന്നാൽ മതി. ഈ ആയുധങ്ങളെല്ലാം നീ എൻ്റെ തേരിൽ ഉടനെ കയറ്റുക. സ്വർണം പൂശിയ ഭംഗിയുള്ള ഈ വാളും എടുത്തുകൊള്ളുക. അർജുനൻ്റെ വാക്ക് കേട്ടിട്ട് ഉടനെ ഉത്തരൻ പാണ്ഡവരുടെ ആയുധങ്ങളെല്ലാം എടുത്ത് താഴെ ഇറങ്ങി വന്നു. അർജുനൻ പറഞ്ഞു, കൗരവന്മാരുമായിട്ട് ഞാൻ പൊരുതാം. നിൻ്റെ പശുക്കളെ തിരിച്ചു പിടിക്കുകയും ചെയ്യാം. ഉറച്ച നിലപാടും കോട്ടകൾക്ക് തുല്യമായിട്ടുള്ള കൈകളും ആവനാഴിയും ശത്രുക്കളെ തകർക്കുന്ന ആയുധങ്ങളുമുള്ള ഈ തേർത്തിട്ട് നിനക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു ഗുഹ പോലെയാണ് എന്ന് വിചാരിച്ച് നീ സുഖമായി ഇരുന്നുകൊള്ളുക. ഗാന്ധീവം എന്ന വില്ലുമായി ഞാൻ യുദ്ധത്തിൽ നിൽക്കുന്ന ഈ രഥത്തെ തോൽപ്പിക്കാൻ ഒരു ശത്രുവിനെ കൊണ്ടും സാധിക്കുകയില്ല. അതുകൊണ്ട് വിരാടപുത്ര, നീ ഭയം ഉപേക്ഷിക്കുക. ഇത് കേട്ടിട്ട് ഉത്തരം പറഞ്ഞു, ഞാൻ ഇവരെ ഭയപ്പെടുന്നില്ല. അങ്ങ് യുദ്ധകളത്തിലുണ്ടല്ലോ, പോരാട്ടത്തിൽ അങ്ങ് ശ്രീകൃഷ്ണനോടും ഇന്ദ്രനോടും തുല്യനാണ്. എന്നാൽ ഒരു കാര്യം ആലോചിക്കുമ്പോൾ മാത്രം എനിക്ക് സംശയം തോന്നുന്നു. ബുദ്ധി കുറഞ്ഞ എനിക്കത് മനസ്സിലാകുന്നില്ല. അതെന്താണെന്ന് ഞാൻ അങ്ങയോട് ചോദിക്കാം. ഇപ്രകാരം അങ്കലാവണ്യത്തോടു കൂടിയിട്ട് ലക്ഷണങ്ങൾ ഒത്തിണങ്ങി അങ്ങ് എന്ത് കർമ്മഫലം കൊണ്ടാണ് ഇന്ന് നപുംസകത്തിന് തുല്യമായിട്ടുള്ള അവസ്ഥയിലെത്തിയത്? അങ്ങയെ നപുംസകമായിട്ട് ചുറ്റുന്ന ശിവനാണെന്നേ എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ. ഗന്ധർവരാജാവിന് തുല്യനായിട്ടുള്ള അങ്ങ് ഇന്ദ്രനാണെന്നും എനിക്ക് ചിലപ്പോൾ തോന്നും. അർജുനൻ പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ കൽപ്പിച്ച പ്രകാരം 1 വർഷക്കാലം ഞാൻ ഈ വ്രതം അനുഷ്ഠിക്കുകയാണ്. ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ നപുംസകമല്ല. മഹാവീര, ധർമ്മവാനായിട്ടുള്ള ഞാൻ മറ്റൊരാൾക്ക് അധീനനാണ്. എൻ്റെ ആ വ്രതം കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിപ്പോൾ അതിൽ നിന്നും പുറത്തു വരുന്നു. രാജകുമാര, അങ്ങ് ഈ സത്യം അറിഞ്ഞാലും
ഉത്തരം പറഞ്ഞു, ഞാൻ അനുഗ്രഹീതനായി. എൻ്റെ സംശയം വെറുതെയായില്ല. ഇതുമാതിരി രൂപഗുണവും തേജസ്സും തികഞ്ഞവർ ഒരിക്കലും നപുംസകങ്ങളാകാറില്ല. യുദ്ധത്തിൽ എനിക്ക് തുണയുണ്ടായി. ഇനി ദേവന്മാരോട് പോലും എതിർക്കാൻ എനിക്ക് ധൈര്യം തോന്നുന്നു. എൻ്റെ പേടിയൊക്കെ തീർന്നു. എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് അങ്ങ് ആജ്ഞാപിച്ചാലും. ശത്രുക്കളുടെ തേര് തകർക്കാൻ ഞാൻ കുതിരകളെ നടത്താം. സാരഥ്യം ഞാൻ ഗുരുവിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. വാസുദേവന് ദാരികൻ എന്ന പോലെയും ഇന്ദ്രന് മാതിലി എന്ന പോലെയും ഞാൻ സാരഥ്യം ശീലിച്ചവനാണ്. നടന്ന കാലടിപ്പാട് മണ്ണിൽ കാണാത്ത വിധം പോകുന്ന ആ വലതുവശത്ത് കെട്ടിയ കുതിര കൃഷ്ണൻ്റെ കുതിരയായ സുഗ്രീവന് സമാനമാണ്. ഇടതുവശത്ത് കെട്ടിയ ശോഭിക്കുന്ന ഉത്തമമായിട്ടുള്ള കുതിര വേഗത്തിൽ മേഘപുഷ്പം എന്ന് പറയുന്ന കുതിരയ്ക്ക് തുല്യമാണ്. സ്വർണ്ണക്കോപ്പണിഞ്ഞ് പിൻഭാഗത്ത് ഇടത്തായി നിൽക്കുന്ന ഈ കുതിര വേഗത്തിൽ ശൈബ്യത്തിന് തുല്യമാണ്. അത് നിയന്ത്രണമുള്ളതും ബലമുള്ളതുമാണ്. വലതുവശത്ത് പിൻപുറത്തായി കെട്ടിയ ഈ കുതിര ബലാഹത്തേക്കാളും ബലമുള്ളതും കരുത്തുകൂടിയതുമാണ്. ഈ തേർ വില്ലാളിയായിട്ടുള്ള അങ്ങയെ തന്നെ വഹിക്കണം. ഈ തേരിൽ തന്നെ കയറി പോരാടാൻ തക്കതായിട്ടുള്ള ഒരാളാണ് അങ്ങ്. വൈശമ്പായനൻ പറഞ്ഞു. ഉടനെ കൈകളിൽ നിന്നും വളകളെല്ലാം മാറ്റി അർജുനൻ ശുഭ്രവും മനോഹരവുമായിട്ടുള്ള യുദ്ധവേഷങ്ങൾ അണിഞ്ഞു. കറുത്തു ചുരുണ്ട കേശം വെള്ളവസ്ത്രം കൊണ്ട് ചുറ്റി പിന്നെ കിഴക്കോട്ട് തിരിഞ്ഞ് ശുചിയും ശുദ്ധമനസ്സുമായിട്ടുള്ള അവൻ തേരിലിരുന്ന് എല്ലാ അസ്ത്രങ്ങളെയും ധ്യാനിച്ചു. രാജകുമാരനായിട്ടുള്ള അർജുനനോട് അസ്ത്രങ്ങളെല്ലാം ധ്യാന സമയത്ത് പറഞ്ഞു, ഉദാരമതിയായിട്ടുള്ള പാണ്ഡുനന്ദ, ഞങ്ങൾ അങ്ങയുടെ ദാസന്മാരാണ്. ഇതാ ഞങ്ങൾ തയ്യാറായിരിക്കുന്നു. ഉടനെ അർജുനൻ അവയെ വണങ്ങിക്കൊണ്ട് സ്പർശിച്ചു പറഞ്ഞു, മനസ്സിൽ നിങ്ങളെല്ലാവരും എനിക്ക് സന്നിഹിതരായിട്ടിരിക്കണം. അർജുനൻ വസ്ത്രങ്ങൾ കൈകൊണ്ട് തൊട്ടുവന്ദിച്ച് സന്തോഷവാനായി. ഞാൻ കെട്ടിയ ഗാന്ധീപം വില്ലൊന്ന് കുലച്ചു. അർജുനൻ്റെ വില്ല് കുലച്ചപ്പോൾ അതിഭയങ്കരമായിട്ടുള്ള ശബ്ദമുണ്ടായി. വലിയ മലയിൽ ഇടിമിന്നൽ ഏൽക്കുന്നത് പോലെയുള്ള ആ ശബ്ദം ജനങ്ങളെ വിറപ്പിച്ചു. ഭൂമിയിൽ ഇടിമുഴങ്ങുന്നതുപോലെ ശബ്ദമുണ്ടാവുകയും കാറ്റടിക്കുകയും ചെയ്തു. ദിക്കുകളെല്ലാം ഇരുട്ടു നിറഞ്ഞു. ആകാശത്തു നിന്ന് വലിയ കൊള്ളുമീനുകൾ വീണു. പക്ഷികൾ പേടിച്ചു പറന്നു. വലിയ മരങ്ങൾ കുലുങ്ങി. ഇടിവെട്ടുമ്പോൾ കേൾക്കുന്നത് പോലെ ആ ശബ്ദം കൗരവർ കേട്ടു. അർജുനൻ തൻ്റെ ഗാന്ധീപം കുലച്ചപ്പോൾ ഇത്തരത്തിൽ പ്രകൃതിയിൽ വലിയ മാറ്റങ്ങളുണ്ടായി. ഉത്തരം പറഞ്ഞു, പാണ്ഡവശ്രേഷ്ഠ, ഞാൻ ഒന്ന് ചോദിക്കട്ടെ. എനിക്ക് വലിയൊരു സംശയം തോന്നുന്നു. അങ്ങ് ഒറ്റയ്ക്ക് ഇത്രയധികം വീരന്മാരെ എങ്ങനെ തോൽപ്പിക്കും? അവരെല്ലാം എല്ലാ ആയുധവിദ്യകളും പഠിച്ചവരാണല്ലോ. അർജുന, അങ്ങ് സഹായികളില്ലാതെ ഒറ്റയ്ക്കാണ്. കൗരവപ്പടയാകട്ടെ സമുദ്രം പോലെ വലുതാണ്. ആ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ ഞാൻ അങ്ങയുടെ മുന്നിൽ പേടിച്ചു പോവുകയാണ്. ഇത് കേട്ടപ്പോൾ അർജുനൻ ഉറക്കെ ചിരിച്ചു. അർജുനൻ പറഞ്ഞു, എടോ വീര ഉത്തര, നീ പേടിക്കേണ്ട. ഘോഷയാത്രയിൽ കരുത്തരായിട്ടുള്ള ഗന്ധർവന്മാരോട് ഏറ്റുമുട്ടിയപ്പോൾ അന്ന് ആരാണ് എന്നെ സഹായിച്ചത്? ഖാണ്ഡവദഹനത്തിൽ ദേവന്മാരും അസുരന്മാരും ചേർന്ന് ഭയങ്കരമായിട്ടുള്ള യുദ്ധം നടത്തിയപ്പോൾ അന്ന് എനിക്ക് ആരായിരുന്നു സഹായി? നിവാത കവചന്മാരോടും കരുത്തരായിട്ടുള്ള പൗലമിയോടും ഞാൻ ഇന്ദ്രന് വേണ്ടി യുദ്ധം ചെയ്തപ്പോൾ അന്ന് ആരാണ് എനിക്ക് തുണയായത്? ദ്രൗപദി സ്വയംവരത്തിൽ പല രാജാക്കന്മാരോടും ഞാൻ പൊരുതിയപ്പോൾ അന്ന് ആരാണ് എനിക്ക് സഹായത്തിനുണ്ടായിരുന്നത്? ഗുരുവായ ദ്രോണർ, ഇന്ദ്രൻ, കുബേരൻ, യമൻ, വരുണൻ, അഗ്നി, കൃപർ, കൃഷ്ണൻ, ശിവൻ എന്നിവരെ സേവിച്ചവനായിട്ടുള്ള ഞാൻ ഈ കൗരവപ്പടയെ നേരിടാൻ മതിയാകില്ലെന്നാണോ നീ വിചാരിക്കുന്നത്? എൻ്റെ തേര് നീ വേഗം ഓടിക്കുക, പേടി ഒഴിവാക്കുക. വൈശമ്പായനൻ കഥ തുടരുകയാണ്. വിരാടപുത്രനെ സമാശ്വസിപ്പിച്ച് സാരഥിയാക്കി ആയുധങ്ങളൊക്കെ എടുത്തിട്ട് അർജുനൻ പുറപ്പെട്ടു. മഹാരഥനായിട്ടുള്ള ഉത്തരൻ സിംഹത്വജം തേരിൽ നിന്ന് മാറ്റി ശമീവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വെച്ചു. പിന്നെ അർജുനൻ തേരിൽ വിശ്വകർമാവ് നിർമ്മിച്ച ദിവ്യമായിട്ടുള്ള വാനരക്കൊടി ധ്യാനിച്ചു. ഉടനെ സ്വർണ്ണ നിറമുള്ള വാനരക്കൊടി ദിവ്യവും മനോഹരവുമായിട്ടുള്ള മറ്റു കൊടികളെക്കാൾ ഉയരത്തിൽ തേരിൽ ഉയർന്നു വന്നു. ഞാൻ ആക്രമിക്കുന്ന ശത്രുവിൻ്റെ കൊടുമേൽ വാഴുന്ന ഭൂതഗണങ്ങളും അഗ്നിദേവൻ്റെ അനുഗ്രഹത്തെ ഓർമ്മിച്ചപ്പോൾ ഭൂതങ്ങൾ ആ കൊടിയിൽ വന്നിരുന്നു. അങ്ങനെയുള്ള ആ രഥത്തെ അർജുനൻ വലം വച്ച് വണങ്ങി അതിൽ കയറി. വിരലുകൾ തോലുറയിട്ട് വില്ലെടുത്ത് ആ മഹാബലവാൻ രഥം വടക്കോട്ട് തിരിച്ചു. യുദ്ധത്തിനായി പുറപ്പെട്ടപ്പോൾ ശത്രുക്കൾക്ക് ഭയം നൽകിക്കൊണ്ട് അദ്ദേഹം തൻ്റെ വലിയ ശംഖെടുത്ത് ഉച്ചത്തിലൂതി. ആ ശബ്ദം കേട്ട് പേടിച്ച് കുതിരകൾ മുട്ടുകുത്തി വീണു. ഉത്തരൻ പേടിച്ച് വിറച്ച് തേർത്തട്ടിൽ ഇരുന്നു പോയി. ഉടനെ അർജുനൻ കുതിരകളുടെ കടിഞ്ഞാൻ പിടിച്ച് അവയെ നിർത്തി ഉത്തരനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു. അർജുനൻ പറഞ്ഞു, എടോ രാജകുമാരാ, നീ പേടിക്കുകയാണോ? നീ ഒരു ക്ഷത്രിയനാണെന്നുള്ള കാര്യം ഓർക്കണം. ശത്രുക്കളുടെ നടുവിൽ നീ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നത് എന്താണ്? നീ ശംഖനാദവും യുദ്ധക്കുട്ടുകളും കേട്ടിട്ടില്ലേ? പടക്കളത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ആനകളുടെ ശബ്ദവും കേട്ടിട്ടില്ലേ? അങ്ങനെയുള്ള നീ ശംഖിൻ്റെ ശബ്ദം കേട്ട് ഒരു സാധാരണക്കാരനെ പോലെ ഇങ്ങനെ പേടിക്കുന്നത് എന്തിനാണ്? ഉത്തരം പറഞ്ഞു, ഞാൻ ശംഖനാദങ്ങളും യുദ്ധഘോഷങ്ങളും കേട്ടിട്ടുണ്ട്. പടക്കളത്തിൽ നിൽക്കുന്ന ആനകളുടെ ശബ്ദവും കേട്ടിട്ടുണ്ട്. എന്നാൽ ഇത്രയും വലിയൊരു ശബ്ദം ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. ഈ കൊടിയുടെ രൂപവും ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. വില്ലിൻ്റെ ഞാൻ വലിക്കുമ്പോഴുള്ള ഇത്രയും വലിയ ശബ്ദവും ഞാൻ കേട്ടിട്ടില്ല. ഈ ശംഖിൻ്റെ ശബ്ദവും വില്ലിൻ്റെ മുഴക്കവും കൊടിയിലുള്ള ഭൂതങ്ങളുടെ അമാനുഷിക ശബ്ദവും രഥചക്രങ്ങളുടെ ഗർജനവും കാരണം എൻ്റെ മനസ്സാകെ തളർന്നു പോകുന്നു. ദിക്കുകളൊക്കെ കറങ്ങുന്നത് പോലെ തോന്നുന്നു. ഹൃദയം പടപടാ ഇടിക്കുന്നു. പൊടി കാരണം ദിക്കുകളൊന്നും എനിക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ല. അർജുനൻ പറഞ്ഞു, തേരിൽ കാലുറപ്പിച്ചു നിന്ന് കടിഞ്ഞാൻ മുറുക്കെ പിടിക്കുക. ഞാൻ വീണ്ടും ശംഖ് വിളിക്കാൻ പോവുകയാണ്. വൈശമ്പായനൻ കഥ തുടരുകയാണ്. അർജുനൻ വീണ്ടും ശംഖ് വിളിച്ചു. പർവ്വതം വിളരുന്നത് പോലെ ഭയങ്കരമായിട്ടുള്ള ശബ്ദം അവിടെ മുഴങ്ങി.
ശത്രുക്കൾക്ക് ദുഃഖവും സുഹൃത്തുക്കൾക്ക് സന്തോഷവും നൽകിക്കൊണ്ട് മലകളും ദിക്കുകളും പർവ്വതങ്ങളും വിറച്ചു. ഉത്തരം വീണ്ടും പേടിച്ച് തേർത്തട്ടിൽ ഇരുന്നു പോയി. ആ ശംഖനാദം കൊണ്ടും രഥത്തിൻ്റെ ശബ്ദം കൊണ്ടും വില്ലിൻ്റെ മുഴക്കം കൊണ്ടും രഥം ആകെ ഒന്ന് വിറച്ചു. വീണ്ടും അർജുനൻ ഉത്തരനെ ആശ്വസിപ്പിച്ചു. ഈ സമയത്ത് ദ്രോണർ പറഞ്ഞു, ഇടിമുഴക്കം പോലെയുള്ള ഈ രഥത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴും ഭൂമി വിറയ്ക്കുന്നത് കാണുമ്പോഴും ഇവൻ അർജുനനല്ലാതെ മറ്റാരുമല്ലെന്ന് നമുക്ക് ഉറപ്പിക്കാം. ശസ്ത്രങ്ങൾ ശോഭിക്കുന്നില്ല, കുതിരകൾ സന്തോഷിക്കുന്നില്ല, കാത്തിരിക്കുന്ന അഗ്നികൾ തെളിയുന്നില്ല. ഇത് അശുഭ ലക്ഷണമാണ്. മൃഗങ്ങൾ സൂര്യനെ നോക്കി കരയുന്നു. ഇത് നമുക്ക് വരാനിരിക്കുന്ന ആപത്തിൻ്റെ സൂചനയാണ്. കുടികൾക്ക് മുകളിൽ കാക്കകൾ വന്നിരിക്കുന്നു. ഇതും അശുഭമാണ്. സൈന്യത്തിൻ്റെ ഇടതുഭാഗത്തായി കുറുക്കന്മാർ ഓരിയിടുന്നത് വലിയ ഭയത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ആരും ഓടിക്കാതെ തന്നെ കുതിരകൾ പേടിച്ചോടുന്നു. ഇത് വലിയൊരു വിപത്തിൻ്റെ ലക്ഷണമാണ്. നിങ്ങളുടെ ശരീരത്തിൽ രോമാഞ്ചം ഉണ്ടാകുന്നുണ്ടാവാം. ഇതെല്ലാം ക്ഷത്രിയർക്ക് യുദ്ധത്തിൽ വലിയ നാശം സംഭവിക്കുന്നതിൻ്റെ അടയാളങ്ങളാണ്. ആകാശത്ത് നക്ഷത്രങ്ങൾ ശോഭിക്കുന്നില്ല. മൃഗങ്ങളും പക്ഷികളും ഭയങ്കരമായി പെരുമാറുന്നു. വിനാശകരമായിട്ടുള്ള പല മാറ്റങ്ങളും കാണുന്നുണ്ട്. കത്തുന്ന കൊള്ളുമീൻ എൻ്റെ സൈന്യത്തെ ബാധിക്കുന്നതായി തോന്നുന്നു. കുതിരകളും ആനകളും സന്തോഷമില്ലാതെ കരയുന്നു. രാജാവേ, അങ്ങയുടെ സൈന്യത്തിന് മുകളിൽ കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്നു. അർജുനൻ്റെ അസ്ത്രമേറ്റ് തകരാൻ പോകുന്ന സൈന്യത്തെ കണ്ട് നീ ദുഃഖിക്കാൻ പോവുകയാണ്. നമ്മുടെ സൈന്യം യുദ്ധം ജയിക്കാതെ മടങ്ങി വരും. യോദ്ധാക്കളെല്ലാം പേടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. പശുക്കളെ വിട്ട് ആയുധങ്ങളെടുത്ത് വ്യൂഹം ചമച്ച് നിൽക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. വൈശമ്പായനൻ കഥ തുടരുകയാണ്. അപ്പോൾ ദുര്യോധന രാജാവ് യുദ്ധക്കളത്തിൽ വെച്ച് ഭീഷ്മരോടും ദ്രോണരോടും കൃപരോടും പറഞ്ഞു, ഞാൻ പറയുന്ന കാര്യം ഗുരുക്കളായിട്ടുള്ള നിങ്ങൾ കർണനോടും ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഞാൻ വീണ്ടും പറയുകയാണ്. പാണ്ഡവർ 12 വർഷം കാട്ടിലും 1 വർഷം ആരും അറിയാതെയും താമസിക്കണം എന്നതാണല്ലോ കരാർ. അവർക്കിപ്പോഴും 13ാമത്തെ വർഷം അവസാനിച്ചിട്ടില്ല. എന്നിട്ടും അർജുനൻ നമുക്കെതിരെ യുദ്ധത്തിന് വന്നിരിക്കുന്നു. അജ്ഞാതവാസം തീരുന്നതിന് മുമ്പ് അർജുനൻ വെളിപ്പെട്ടാൽ അവൻ വീണ്ടും 12 വർഷം കൂടി കാട്ടിൽ കഴിയണം. അവരിത് അറിയാഞ്ഞിട്ടാണോ അതോ നമുക്ക് തെറ്റുപറ്റിയതാണോ? ഇക്കാര്യത്തിൽ ഭീഷ്മരാണ് കൃത്യമായിട്ടുള്ള മറുപടി പറയേണ്ടത്. സ്വാർത്ഥത വരുമ്പോൾ എല്ലാവരും തങ്ങൾക്ക് അനുകൂലമായിട്ട് ആഗ്രഹിക്കും. ജനങ്ങൾ ഇതിലെ ധർമ്മം നോക്കട്ടെ. യുദ്ധത്തിനായി തയ്യാറെടുത്ത മത്സ്യരാജാക്കന്മാർക്ക് ഉത്തരം നൽകുന്നതിനിടയിൽ അർജുനൻ വന്നു ചാടിയെങ്കിൽ ഇതിൽ നമുക്ക് എന്താണ് തെറ്റ്? ത്രികർത്തന്മാർക്ക് വേണ്ടിയിട്ട് മത്സ്യരാജാവിനോട് പൊരുതാനാണല്ലോ നമ്മൾ വന്നത്. മത്സ്യരാജാവ് ചെയ്ത ദോഷം നമ്മളോടും പറഞ്ഞു. പേടിച്ച് അവർക്കായി നമ്മൾ ഏറ്റു പറയുകയും ചെയ്തു. അവർ മുമ്പേ മത്സ്യരാജാവിൻ്റെ പശുക്കളെ പേടിക്കണമെന്നും അത് സപ്തമ ദിവസം വൈകുന്നേരം ആകണമെന്നും നമ്മൾ വിചാരിച്ചിരുന്നു. അഷ്ടമ ദിവസം സൂര്യൻ ഉദിക്കുമ്പോഴും നമ്മളും പശുക്കളെ പിടിക്കണമെന്നാണ് തീരുമാനിച്ചു. മത്സ്യരാജാവിൻ്റെ പശുക്കളെ പിടിക്കാൻ ത്രികർത്തന്മാരെ പിന്തുടരുന്ന നേരത്ത് നമ്മളും ഈ പശുക്കളെ ചെന്ന് പിടിക്കണം എന്നാണല്ലോ ഉറപ്പിച്ചത്. അവർ പശുക്കളെ പിടിച്ചോ അതോ തോറ്റുപോയോ? നമ്മളെ ചതിച്ച് മത്സ്യരാജാവുമായിട്ട് അവർ സന്ധി ചെയ്തോ? അല്ലെങ്കിൽ അവരെ വിട്ട മത്സ്യരാജാവ് നാട്ടുകാരോടും സൈന്യത്തോടും കൂടിയിട്ട് ഭയങ്കരമായിട്ടുള്ള നിലയിൽ രാത്രിയൊക്കെ നടന്ന് നമ്മളോട് യുദ്ധത്തിന് എത്തിയതാണോ? ഇതിനിടയിൽ മഹാവീരനായിട്ടുള്ള ഒരുത്തൻ മുന്നിലെത്തി നിൽക്കുകയാണ്. അല്ലെങ്കിൽ നമ്മളോട് പൊരുതാനായിട്ട് മത്സ്യരാജാവ് തന്നെ വന്നു എന്നും വരാം. ഇത് മത്സ്യരാജാവായാലും അർജുനൻ വന്നതായാലും ശരി, പൊരുതണമെന്ന് നമ്മൾ തീരുമാനിച്ച കാര്യമാണ്. എന്നിട്ട് ഈ വീരന്മാർ എന്താണ് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത്? മഹാരഥന്മാരായിട്ടുള്ള ഭീഷ്മരും ദ്രോണരും കൃപരും വികർണനും ദ്രോണപുത്രനും എല്ലാവരും സമയമായപ്പോൾ സംശയിച്ച് നിൽക്കുകയാണ്. യുദ്ധത്തിലല്ലാതെ മറ്റൊന്നിലുമില്ല നന്മയെന്ന് മനസ്സിൽ ഉറപ്പിക്കുവിൻ. പശുക്കളെ പിടിച്ചാൽ നമ്മോട് ഇന്ദ്രനോ യമനോ വന്ന് എതിർത്താൽ പേടിച്ച് പശുക്കളെ ഉപേക്ഷിച്ച് ഹസ്തിനാപുരിയിലേക്ക് മടങ്ങുമെന്നാണോ വീരന്മാർ വിചാരിക്കുന്നത്? കൊടുങ്കാട്ടിൽ അമ്പേറ്റ് വീഴേണ്ടി വന്നാലും പരാജയപ്പെട്ട് ജീവിക്കാൻ നമ്മുടെ ഈ സൈന്യത്തിൽ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടാകുമോ? അത്തരം ജീവിതം നമ്മുടെ കുതിരകൾ പോലും സ്വീകരിക്കുമെന്ന് ഞാൻ സംശയിക്കുന്നു. ഇങ്ങനെ ദുര്യോധനൻ പറയുന്നത് കേട്ടിട്ട് കർണൻ പറഞ്ഞു, ഈ യുദ്ധത്തിൽ ദ്രോണാചാര്യൻ താല്പര്യമില്ലെങ്കിൽ അദ്ദേഹം പിന്നിലേക്ക് മാറിക്കൊള്ളട്ടെ. നമുക്ക് നീതി നടത്താതിരിക്കാൻ കഴിയില്ല. അവരുടെ അഭിപ്രായം കേൾക്കുമ്പോൾ നമ്മളും പേടിക്കണം. നമ്മുടെ ശത്രുവായിട്ടുള്ള അർജുനനോട് ഏറെ സ്നേഹമുള്ള ഒരാളോട് ആലോചിച്ച് നമ്മുടെ കാര്യങ്ങൾ നടത്താനൊരുങ്ങിയാൽ അത് അപകടമാകും. അർജുനനോടുള്ള സ്നേഹം കൊണ്ട് നമ്മളെ അവമാനിച്ച് കാണണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതാണ് വാഴ്ത്തുവാൻ കാരണം. സൈന്യൻ ഭയന്നു പോകാത്ത രീതിയിൽ നീതി നടപ്പിലാക്കണം. കുതിരകളുടെ ശബ്ദം കേട്ട ഉടനെ സൈന്യത്തെയൊക്കെ വിറപ്പിക്കുകയാണ് ദ്രോണൻ ചെയ്യുന്നത്. നായകനില്ലാത്ത നമ്മുടെ സൈന്യം ഈ വേനൽക്കാലത്ത് ശത്രുവിൻ്റെ കൈകളിൽപ്പെട്ട് തകർന്നു പോകുന്ന രീതിയിലാണ് നീതി നടപ്പിലാക്കുന്നത്. ആചാര്യൻ എപ്പോഴും പാണ്ഡുപുത്രന്മാരെക്കുറിച്ചിട്ട് പുകഴ്ത്തി പറയാനാണ് ഇഷ്ടം. സ്വന്തം താല്പര്യം നോക്കുന്ന ശത്രുക്കളുടെ കാര്യങ്ങൾ എപ്പോഴും എടുത്തു പറയും. കുതിര കരയുന്ന ശബ്ദം കേട്ടിട്ട് അതിനെ പുകഴ്ത്താൻ ആരെങ്കിലും തയ്യാറാവുമോ? കുതിര നിൽക്കുമ്പോഴും നടക്കുമ്പോഴുമൊക്കെ ശബ്ദമുണ്ടാകാറുണ്ട്. കാറ്റ് എപ്പോഴും വീശാറുണ്ട്. ഇന്ദ്രൻ എപ്പോഴും മഴ പെയ്ക്കാറുമുണ്ട്. ഇടിവെട്ടുന്ന ശബ്ദം നമ്മളൊക്കെ പലപ്പോഴും കേൾക്കാറുമുണ്ട്. ഇതിൽ അർജുനൻ എന്ത് അത്ഭുതമാണ് ചെയ്തത്? എന്തിനാണ് അവനെ ഇങ്ങനെ പുകഴ്ത്തുന്നത്? പാണ്ഡവരുടെ നന്മയിലുള്ള ആഗ്രഹവും നമ്മോടുള്ള വിദ്വേഷവുമാണ് ഈ പുകഴ്ത്തലിൻ്റെ അർത്ഥം. ഏതായാലും ബുദ്ധിമാന്മാരായിട്ടുള്ള ആചാര്യന്മാർ ഉപദേശം തരാൻ അർഹരാണെങ്കിലും അവർ ദയയുള്ളവരും അഹിംസയിൽ വിശ്വസിക്കുന്നവരുമായതുകൊണ്ട് വല്ല ആപത്ത് വരുമ്പോൾ അവരോട് നമ്മളൊന്നും ആലോചിക്കേണ്ടതില്ല. അങ്ങനെ ചെയ്യുന്നത് തെറ്റായി പോകും. സഭകളിലും ഉദ്യാനങ്ങളിലും വീടുകളിലുമൊക്കെ നല്ല കഥകൾ പറഞ്ഞ് ശോഭിക്കുന്നവരാണ് പണ്ഡിതന്മാർ. പണ്ഡിതന്മാർ പല കാര്യങ്ങളിൽ അറിവുള്ളവരായി ശോഭിക്കുന്നുണ്ടാവാം.
ഇന്ദ്രാസ്ത്രം പ്രയോഗിക്കുന്നതിലും മനുഷ്യചരിത്രം മനസ്സിലാക്കുന്നതിലും ആന, തേര, കുതിര എന്നിവരുടെ കഴുതകൾ, ഒട്ടകങ്ങൾ, ആടുകൾ എന്നിവയുടെയും സ്വഭാവം അറിയുന്നതിലും പശുക്കൾ, പ്രധാന കവാടങ്ങൾ എന്നിവയെക്കുറിച്ച് അറിയുന്നതിലും ഭക്ഷണസാധനങ്ങളുടെ കുറവ് കണ്ടെത്തുന്നതിലും അവർ മിടുക്കരായിരിക്കാം. ശത്രുക്കളുടെ ഗുണങ്ങളെ പുകഴ്ത്തി നമ്മളെ പിന്നോട്ട് തള്ളാനാണ് അവൻ ശ്രമിക്കുന്നതെങ്കിൽ അവരെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് മടിക്കരുത്. കർണൻ തുടരുകയാണ്. ശത്രുക്കളെ എങ്ങനെ കൊല്ലണമെന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത്. പശുക്കളെ സംരക്ഷിക്കാൻ സൈന്യത്തെ ഒരുക്കി നിർത്തി നമ്മൾ ശത്രുക്കളോട് പൊരുതാൻ മടിക്കരുത്. കർണൻ പറഞ്ഞു, ആയുസ്സുള്ളവരായിട്ടുള്ള നിങ്ങളെല്ലാവരും പേടിച്ചതുപോലെ കാണപ്പെടുന്നു. യുദ്ധത്തിന് താല്പര്യമില്ലാത്ത എല്ലാവരും നിയന്ത്രണം വിട്ടതുപോലെ പേടിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ രഥത്തിൽ വന്ന ആ യോഗ്യൻ മത്സ്യരാജാവായാലും അർജുനായാലും ഞാനവനെ സമുദ്രത്തെ കരയെന്ന പോലെ തടഞ്ഞു നിർത്തും. എൻ്റെ വില്ലിൽ നിന്നും ഉതിരുന്ന കൂർത്ത അമ്പുകൾ പാമ്പിനെ പോലെ ചീറിപ്പായും. തൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പിന്മാറില്ല. സ്വർണം കെട്ടി മിനുക്കിയ അമ്പുകൾ വള്ളിയിൽ മരത്തി എന്ന പോലെ അർജുനനെ പുതിയട്ടെ. ഞാൻ വലിച്ച അമ്പുകൾ വിടുമ്പോൾ വലിയ ശബ്ദം കേൾക്കാറാകും. 13 വർഷം കാത്തിരുന്ന അർജുനൻ യുദ്ധത്തിൽ സ്നേഹത്തോടെ എൻ്റെ ശരീരത്തിൽ അമ്പെയ്യാതിരിക്കുകയില്ല. നല്ലവനായിട്ടുള്ള ബ്രാഹ്മണനെ പോലെ കുന്തിയുടെ മകൻ വ്രതം കഴിഞ്ഞുള്ള ദാനത്തിന് അർഹനാകട്ടെ. ഞാൻ നൽകുന്ന അമ്പുകളാകുന്ന സമ്മാനം അവൻ ഏറ്റുവാങ്ങട്ടെ. വില്ലാളി വീരനായിട്ടുള്ള അവൻ 3 ലോകത്തിലും പേരെടുത്തവനാണ്. വീരനായ അർജുനേക്കാൾ ഒട്ടും താഴെയല്ല ഞാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്ന സ്വർണ്ണ നിറമുള്ള അമ്പുകൾ കൊണ്ട് പുൽച്ചാടികളെപ്പോലെ ആകാശം നിറയുന്നത് കാണാം. കർണൻ തുടരുകയാണ്. പണ്ട് വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാത്തതുമായിട്ടുള്ള കടം അർജുനനെ കൊന്ന് ഇന്ന് ഞാൻ തീർത്തു കൊടുക്കും. എൻ്റെ വില്ലിൽ നിന്ന് വരുന്ന കൂർത്ത അമ്പുകൾക്ക് നേരെ നിൽക്കാൻ ദേവന്മാരിലോ അസുരന്മാരിലോ ആരുണ്ട്? ഇടയ്ക്ക് അമ്പുകൾ തീർന്ന് പുൽച്ചാടികളെപ്പോലെ ആകാശത്ത് പറക്കുന്നത് കാണാം. ഇന്ദ്രൻ്റെ വജ്രായുധം പോലെ തൊട്ടാൽ പൊള്ളുന്ന അർജുനനെ തീക്കൊള്ളി കൊണ്ട് ആനി എന്ന പോലെ ഞാൻ നേരിടും. മഹാവീരനും എല്ലാ ആയുധവിദ്യകളും അറിയുന്നവനായിട്ടുള്ള അർജുനനെ പാമ്പിനെ പരുന്തെന്ന പോലെ ഞാൻ ഇന്ന് തോൽപ്പിക്കുന്നത് കാണിച്ചു തരാം. അഗ്നിയെപ്പോലെ പേടിക്കേണ്ടവനും അർജുനനാകുന്ന തീയെ കുതിരകളുടെ വേഗമാകുന്ന കാറ്റോടും തേരിൻ്റെ ശബ്ദമായിട്ടുള്ള ഇടിമുഴക്കത്തോടും കൂടി അമ്പുകളാകുന്ന മഴ പെയ്ച്ച കാർമേഘം പോലെ ഞാൻ കെടുത്തിക്കളയും. എൻ്റെ വില്ലിൽ നിന്ന് വരുന്ന പാമ്പുകൾ പോലെയുള്ള അമ്പുകൾ അർജുനൻ്റെ ശരീരത്തിൽ മാളത്തിൽ പാമ്പുകൾ കയറുന്നത് പോലെ തുളച്ചു കയറും. സ്വർണ്ണ നിറത്തിലുള്ള അമ്പുകൾ കൊണ്ട് മൂടി അർജുനനെ കൊന്നപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന മലിയ എന്ന പോലെ ഞാൻ കാണിച്ചു തരാം. മഹർഷിയായിട്ടുള്ള പരശുരാമനിൽ നിന്ന് ലഭിച്ച അസ്ത്രശക്തിയാൽ ഞാൻ ഇന്ദ്രനോട് പോലും പൊരുതും. അവൻ്റെ കൊടിമരത്തിലുള്ള വാനരൻ ഇന്ന് എൻ്റെ അമ്പയത്തെ ഭയങ്കരമായി കരഞ്ഞുകൊണ്ട് ഇന്ന് ഭൂമിയിൽ വീഴുന്നത് കാണാം. ദുര്യോധനനെ ഏറെ നാളായി മനസ്സിലുള്ള ശല്യമെന്ന് ഞാൻ തേരിൽ നിന്ന് അർജുനനെ വീഴ്ത്തുന്നതോടെ വേരോടെ പറിച്ചെടുക്കപ്പെടും. കുതിരകൾ ചത്ത് രഥം തകർന്നുപോയി നിസ്സഹായനായി നിൽക്കുന്ന അർജുനൻ പാമ്പിനെ പോലെ ഗതിയില്ലാതെ ചീറ്റുന്നത് ഇന്ന് കൗരവർ കാണട്ടെ. പാണ്ഡവർ പണമൊക്കെ ദാനമായി നൽകി പൊയ്ക്കൊള്ളട്ടെ. തേർത്തട്ടിലിരുന്ന് എൻ്റെ യുദ്ധം കണ്ടാലും കണ്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. കൃപർ പറഞ്ഞു, എടോ കർണ, നിന്റെ ബുദ്ധി എപ്പോഴും യുദ്ധത്തിൽ ക്രൂരമായിരിക്കുമെന്നത് ശരി തന്നെ. എന്നാൽ കാര്യങ്ങളുടെ സ്വഭാവം നീ കാണുന്നില്ല. അതിൻ്റെ ഫലം എന്തുണ്ടാകുമെന്ന് നീ നോക്കുന്നുമില്ല. ശാസ്ത്രത്തെക്കുറിച്ചിട്ട് ആലോചിച്ചാൽ അതിൽ പല മായകളുമുണ്ട്. അതിൽ വിനാശകാരമായിട്ടുള്ളത് യുദ്ധമാണെന്ന് പണ്ടുള്ള പണ്ഡിതന്മാർ പറയുന്നു. സാഹചര്യങ്ങൾ നോക്കിയുള്ള യുദ്ധം വിജയമാകും. കാലം പഴിച്ചാൽ അതിൻ്റെ ഫലം വിപരീതമാകും. സാഹചര്യങ്ങൾ കണ്ട് പ്രവർത്തിക്കുന്ന വീര്യം ഗുണമായി ഭവിക്കും. സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോഴാണ് വിജയമുണ്ടാകുന്നത്. രഥം പെടുന്ന ആശാരിയുടെ പുകഴ്ത്തൽ കേട്ട് പണ്ഡിതന്മാരായിട്ടുള്ള യുദ്ധവീരന്മാരാരും ശക്തി നോക്കാതെ യുദ്ധത്തിന് പോകാറില്ല. ആലോചിച്ചാൽ ഇപ്പോൾ നമുക്ക് അർജുനുമായി യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല. തനിച്ച് തന്നെ കൗരവരുമായിട്ട് ഏറ്റുമുട്ടിയവനാണവൻ. മറ്റാരുടെയും സഹായമില്ലാതെ തന്നെ അഗ്നിദേവനെ തൃപ്തിപ്പെടുത്തിയവനാണ് അർജുനൻ. തനിച്ച് 5 വർഷം ബ്രഹ്മചര്യം അനുഷ്ഠിച്ചവനാണ് അർജുനൻ. കൃഷ്ണനെ പോലും വകവെക്കാതെ സുഭദ്രയെ തേരിൽ കയറ്റിക്കൊണ്ട് പോയവനാണ് അർജുനൻ. കാട്ടാളവേഷം കെട്ടി ശിവനുമായി തനിച്ച് പോരാട്ടം നടത്തിയവനാണ് അർജുനൻ. ഈ കാട്ടിൽ വെച്ച് തന്നെ തട്ടിക്കൊണ്ടുപോയ കൃഷ്ണയെ അവൻ വീണ്ടെടുത്തു. തനിച്ച് 5 വർഷം ഇന്ദ്രൻ്റെ അടുത്തുപോയി അസ്ത്രവിദ്യകളെല്ലാം പഠിച്ചു. ഗന്ധർവനായിട്ടുള്ള ചിത്രസേനനെ അവൻ തോൽപ്പിച്ചു. യുദ്ധത്തിൽ അജയ്യരായിട്ടുള്ള പടയിൽ പ്രവേശിച്ച് നിവാത കവചന്മാരെയും കാലകേയന്മാരെയും അവൻ ജയിച്ചു. ദേവന്മാർക്ക് പോലും വധിക്കാൻ കഴിയാത്തവരെ അവൻ യുദ്ധത്തിൽ വീഴ്ത്തി. ഇങ്ങനെ മഹാത്ഭുതങ്ങളൊക്കെ ചെയ്തവനാണ് അർജുനൻ. ഇങ്ങനെ അറിവും പരിശീലനവും ത്യാഗവും കഷ്ടപ്പാടുമൊക്കെ അനുഭവിച്ച് നല്ല പേര് നേടിയ മഹായോഗ്യനാണ് അർജുനൻ. ഇനി നിൻ്റെ കാര്യം ഞാനൊന്ന് ചോദിക്കട്ടെ. നീ ഒറ്റയ്ക്ക് പണ്ട് എന്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്? അവർക്ക് രാജാക്കന്മാരെയെല്ലാം ഒറ്റയ്ക്ക് കീഴ്പ്പെട്ടതുപോലെ നിനക്ക് അധീനരായിട്ടുണ്ടോ? ഇന്ദ്രൻ പോലും അർജുനനോട് ഏറ്റുമുട്ടി ജയിക്കാൻ ശക്തനാവുകയില്ല. അങ്ങനെയുള്ളവനുമായി പൊരുതാൻ നോക്കുന്നത് ഭ്രാന്തിന് തുല്യമായിട്ടുള്ള അവസ്ഥയാണ്. വിഷമുള്ള പാമ്പിൻ്റെ പല്ല് ചൂണ്ടുവിരൽ കൊണ്ട് തൊടാനാണ് നീ നോക്കുന്നത്. അല്ലെങ്കിൽ തനിയെ കാട്ടിലലയുന്ന മത്തഗജത്തെ തോട്ടിയില്ലാതെ മെരുക്കാൻ ശ്രമിക്കുന്നത് പോലെയാണിത്. കൊഴുപ്പും മാംസവും ഹോമിച്ച് കത്തിജ്വലിക്കുന്ന തീയിൽ നെയ്യിൽ മുങ്ങി മരവുരി എടുത്ത് ഇറങ്ങി ആക്രമിക്കാനാണ് നിന്റെ ഭാവം. കഴുത്തിൽ കല്ല് കെട്ടി കടലിൽ നീന്തിക്കിടക്കാൻ ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ അതിൽ എന്ത് വീര്യമാണുള്ളത്? അസ്ത്രവിദ്യ അറിയുന്നവനോട് അതറിയാത്തവൻ, ബലവാനോട് ദുർബലൻ എന്നിവർ പൊരുതാൻ ആഗ്രഹിക്കുന്നത് പോലെയാണ് ആ കർണ നീ അർജുനനോട് ഏറ്റുമുട്ടാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ 13 വർഷം വഞ്ചിച്ചയച്ച ഇവൻ
കെട്ടുപൊട്ടിച്ച പാഞ്ഞു വരുന്ന സിംഹത്തെപ്പോലെ ഇനി നമ്മളെ ബാക്കി വെക്കുകയില്ല. കിണറ്റിൽ തീ പോലെ ഒരിടത്ത് രഹസ്യമായി കഴിഞ്ഞിരുന്ന അർജുനനെ അറിയാതെ ആക്രമിച്ച് നമ്മൾ വലിയ ആപത്തിൽ പെട്ടുപോയി. യുദ്ധവീരനായിട്ടുള്ള അർജുനൻ വന്നാൽ നമ്മൾ ഒന്നിച്ച് എതിർക്കുകയാണ് വേണ്ടത്. ആയുധങ്ങളേന്തി അണിയണിയായി സൈന്യങ്ങൾ ഒരുങ്ങിക്കൊള്ളട്ടെ. ദ്രോണർ, ദുര്യോധനൻ, ഭീഷ്മൻ എല്ലാവരും കൂടി അർജുനനോട് എതിർക്കുക. അല്ലാതെ കർണ നീ ഒറ്റയ്ക്ക് ഈ സാഹസത്തിന് മുതിരരുത്. ഇന്ദ്രന് തുല്യനായിട്ടുള്ള അർജുനനോട് നമ്മൾ 6 മഹാരഥന്മാർ ഒന്നിച്ചെതിർക്കണം. വ്യൂഹം ചമച്ച് സൈന്യങ്ങളും വില്ലാളികളും ചേർന്ന് നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് അസുരന്മാർ ഇന്ദ്രനോടെന്ന പോലെ അർജുനനോട് പൊരുതണം. അശുദ്ധാത്മാവ് പറഞ്ഞു. നാം പശുക്കളെ പിടിച്ച് അതിർത്തി കടന്നിട്ടില്ല, ഹസ്തനാപുരത്ത് എത്തിയിട്ടുമില്ല. എന്നിട്ടും കർണ നീ സ്വയം പുകഴ്ത്തി സംസാരിക്കുന്നു. പല യുദ്ധങ്ങൾ ജയിച്ച് ഒരുപാട് സമ്പത്ത് നേടിയാലും ശത്രു സൈന്യങ്ങളെ തോൽപ്പിച്ചാലും വീരന്മാർ സ്വയം പുകഴ്ത്താറില്ല. അഗ്നി എത്രയോ വസ്തുക്കളെ ചുട്ട് ചാമ്പലാക്കുന്നു, എന്നിട്ടും അഗ്നി സ്വയം പുകഴ്ത്തുന്നില്ല. മൗനമായിട്ടാണ് അഗ്നി ദഹിപ്പിക്കുന്നത്. മൗനമായിട്ട് തന്നെയാണ് സൂര്യനും പ്രകാശിക്കുന്നത്. ഒന്നും മിണ്ടാതെ തന്നെ ഭൂമി ജീവജാലങ്ങളെയൊക്കെ താങ്ങി നിർത്തുന്നു. ബ്രഹ്മാവ് 4 വിഭാഗം ആളുകൾക്കും ഓരോ ജോലികൾ നിശ്ചയിച്ചിട്ടുണ്ട്. അവരെല്ലാവരും തെറ്റായ വഴികളിലൂടെ അല്ലാതെ വേണം ധനം നേടാൻ. ഭേദമറിയുന്ന ബ്രാഹ്മണൻ യാഗങ്ങൾ ചെയ്യുകയും വേണം. ബില്ലെടുക്കുന്ന ക്ഷത്രിയങ്ങൾ യാഗങ്ങൾ ചെയ്യിക്കണം. പക്ഷേ യാഗം ചെയ്യുന്നത് അയാളുടെ ജോലിയല്ല. വൈശ്യൻ ധനം സമ്പാദിച്ച് ബ്രാഹ്മണരെ കൊണ്ട് പുണ്യകർമ്മങ്ങൾ ചെയ്യിക്കണം. ശൂദ്രൻ എപ്പോഴും മറ്റ് 3 വിഭാഗങ്ങളെ സേവിക്കണം. സാഹചര്യത്തിനനുസരിച്ച് വഴങ്ങിക്കിടക്കുന്ന സ്വഭാവം ഇത് സ്വീകരിച്ച് ശാസ്ത്രമനുസരിച്ച് ജീവിക്കുന്നവൻ ഭൂമി മുഴുവൻ ജയിച്ചാൽ പോലും ഗുരുക്കളെ വണങ്ങുന്നു. ഗുരുക്കന്മാർക്ക് ഗുണങ്ങൾ കുറവായാൽ പോലും അവരെ ബഹുമാനിക്കണം. എടൂ കർണ, നീയും ദുര്യോധനും എൻ്റെ വാക്ക് കേൾക്കുക. നിങ്ങൾ ചെയ്ത ഗുരുനിന്ദ ഞാൻ ഒരിക്കലും ക്ഷമിക്കുകയില്ല. നിങ്ങൾ ധർമ്മം മറന്നാണ് സംസാരിച്ചത്. ചൂതാട്ടം നടത്തി നാട് തട്ടിയെടുത്ത ഒരു ക്ഷത്രിയൻ എങ്ങനെയാണ് പുകഴ്ത്തലിന് അർഹനാവുക? ഈ മോശമായിട്ടുള്ള പ്രവൃത്തിയിൽ നാണമില്ലാത്ത ഈ ദുര്യോധനല്ലാതെ മറ്റേതൊരു ക്ഷത്രിയനാണ് സന്തോഷിക്കുക? വേടനയെ പോലെ ചതിയിലൂടെ ധനം നേടി വലിയവനായി ചമഞ്ഞ് സ്വയം പുകഴ്ത്താൻ നിനക്ക് നാണമില്ലേ? ഉടു കർണ, നീ അർജുനനെ തോൽപ്പിച്ച യുദ്ധം ഏതാണ്? നകുല സഹദേവന്മാരോട് ഏത് യുദ്ധത്തിലാണ് നീ ജയിച്ചത്? ധർമ്മപുത്രരെ നീ ഏത് യുദ്ധത്തിലാണ് തോൽപ്പിച്ചത്? ഭീമനെ തോൽപ്പിച്ചത് ഏത് യുദ്ധത്തിലാണ്? അവരുടെ സമ്പത്തൊക്കെ നീ നേടിയത് ഏത് യുദ്ധത്തിലൂടെയാണ്? പണ്ട് ഏത് യുദ്ധം ചെയ്താണ് നീ ഇന്ദ്രപ്രസ്ഥം പിടിച്ചെടുത്തത്? അതുപോലെ കൃഷ്ണയെ നീ ജയിച്ച യുദ്ധം ഏതായിരുന്നു? ഒരു നാണവുമില്ലാതെ നീ വിജയത്തെക്കുറിച്ച് പൂഴ്ത്തി സംസാരിക്കുന്നു. ഒടു ദുഷ്ടബുദ്ധിയുള്ളവനെ, ആർത്തവമുള്ള ഒരു സ്ത്രീയെ ഒറ്റത്തുണിയുമായി സഭയിലേക്ക് ബലമായി പിടിച്ചുകൊണ്ടുവന്ന നീചന്മാരല്ലേ നിങ്ങൾ? നിങ്ങൾ പാണ്ഡവരെന്ന ചന്ദനമരത്തിൻ്റെ വേരിനെ കോടാലി വെച്ചു. ഒടു കർണ, അന്ന് വിതുരർ നിങ്ങളോട് എന്താണ് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? പല കാര്യങ്ങളിലും മനുഷ്യൻ തൻ്റെ ശക്തിക്കനുസരിച്ച് ക്ഷമിച്ചു എന്ന് വരാം. ഈച്ചയിലും ഉറുമ്പിലും പോലും ക്ഷമ കണ്ടേക്കാം. എന്നാൽ ദ്രൗപദിയുടെ അപമാനത്തിന് പാണ്ഡവർ ഒരിക്കലും ക്ഷമിക്കുകയില്ല. അർജുനൻ ഇപ്പോൾ വന്നത് കൗരവരുടെ നാശത്തിനായാണ്. നീ വലിയ പണ്ഡിതനായി ചമഞ്ഞ് ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ശത്രുക്കളെ ഇല്ലാതാക്കാൻ ഉറച്ച അർജുനൻ നിങ്ങളെ ആരെയും വെറുതെ വിടാൻ പോകുന്നില്ല. ദേവന്മാരും ഗന്ധർവന്മാരും അസുരന്മാരും രാക്ഷസപ്പടയും ഒന്നിച്ചു വന്നാലും അവൻ തകർത്ത് കളയും. പേടിച്ചെതിർക്കാതെ പിന്മാറുന്നവനല്ല കുന്തിപുത്രനായിട്ടുള്ള അർജുനൻ. കോപിച്ച് യുദ്ധത്തിന് ഇവൻ ആരുടെ മേൽ ചെന്ന് വീഴുന്നുവോ പരുന്ത് വൃക്ഷത്തെ എന്ന പോലെ അവനെ വീഴ്ത്തിയേ അവൻ പിന്മാറുകയുള്ളൂ. അവൻ വീര്യത്തിൽ നിന്നേക്കാൾ മുകളിലാണ്. യുദ്ധത്തിൽ ഇന്ദ്ര തുല്യനാണ്. പോരാട്ടത്തിൽ കൃഷ്ണന് തുല്യനായിട്ടുള്ള അർജുനനെ ആരാണ് ബഹുമാനിക്കാതിരിക്കുക? ദേവന്മാരുമായിട്ട് ദിവ്യായുധങ്ങൾ കൊണ്ട് എതിർക്കും. മനുഷ്യരോട് സാധാരണ ആയുധങ്ങൾ കൊണ്ട് എതിർക്കും. അസ്ത്രവിദ്യ കൊണ്ട് അർജുനനെ തോൽപ്പിക്കാൻ ആരുണ്ട്? ധർമ്മം അറിയുന്നവർ പറയുന്നു ഗുരുവിന് പുത്രതുല്യനാണ് ശിഷ്യനെന്ന്. ആ കാരണത്താലും ദ്രോണർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് അർജുനൻ. നീ ചൂതാട്ടം നടത്തിയതുപോലെയും ഇന്ദ്രപ്രസ്ഥം പിടിച്ചെടുത്തതുപോലെയും ദ്രൗപദിയെ സഭയിൽ അവമാനിച്ചതുപോലെയും അർജുനനുമായിട്ട് ധീരമായി പൊരുതുക. ഇതാ നിൻ്റെ യോഗ്യനായിട്ടുള്ള അമ്മാവൻ. ബുദ്ധിമാനും ധർമ്മം അറിയാവുന്നവനുമായിട്ടുള്ള ഗാന്ധാര രാജാവായിട്ടുള്ള ശകുനി, ആ ചതിയനായിട്ടുള്ള ചൂതാട്ടക്കാരൻ യുദ്ധം ചെയ്യട്ടെ. അർജുനൻ്റെ ഗാന്ധീവത്തിൽ നിന്ന് ചൂതാട്ടക്കാരൻ പറഞ്ഞാൽ കേൾക്കുന്ന കരുക്കളല്ല പുറപ്പെടുക. ജ്വലിക്കുന്ന അസ്ത്രങ്ങളാണ് ഗാന്ധീവം തൊടുക്കുക. അവ കേവലം പർവ്വതങ്ങളിൽ പോലും തടയപ്പെടില്ല. യമനോ അഗ്നിയോ മൃത്യുവോ പിടികൂടിയാൽ വല്ലതും ബാക്കിയുണ്ടാകാം. എന്നാൽ ദേഷ്യപ്പെട്ട അർജുനനുമായിട്ട് ഏറ്റുമുട്ടിയാൽ അവനൊന്നും ബാക്കി വെക്കില്ല. അമ്മാവനോടുകൂടി സഭയിലിരുന്ന് ചൂതാടിയതുപോലെ യുദ്ധവും ചെയ്തുകൊള്ളുക. അമ്മാവൻ്റെ സംരക്ഷണം വേണ്ടുവോളം ഉണ്ടല്ലോ, അത് മതി. യോദ്ധാക്കൾ പൊരുതിക്കൊള്ളട്ടെ. അർജുനനോട് ഞാൻ പൊരുതുന്നില്ല. പശുക്കളെ തേടിയെത്തുന്ന മത്സരാജാവിനോട് മാത്രം ഞങ്ങൾ പൊരുതാം. ഭീഷ്മർ പറഞ്ഞു. നല്ല കാര്യമാണ് അശുദ്ധാത്മാവ് പറയുന്നത്. കൃപർ പറയുന്നതും നല്ല കാര്യമാണ്. എന്നാൽ കർണനാവട്ടെ ക്ഷത്രിയധർമ്മം അനുസരിച്ച് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അറിവുള്ളവരാരും ആചാര്യനെ കുറ്റം പറയരുത്. സാഹചര്യങ്ങൾ നോക്കി യുദ്ധം ചെയ്യണമെന്നാണ് എൻ്റെയും അഭിപ്രായം. സൂര്യനെപ്പോലെ ശോഭിക്കുന്ന 5 വീരന്മാരായിട്ടുള്ള ശത്രുക്കളുണ്ട്. അവർ ശൗര്യത്തോടെ വന്നാൽ തടയാൻ ആർക്ക് കഴിയും? സ്വന്തം താല്പര്യങ്ങളിൽ ധർമ്മം അറിയുന്നവർ പോലും ആഗ്രഹങ്ങൾ വെച്ച് പുലർത്താറില്ലേ? ആ ആവേശത്തിനിടയിൽ വല്ലതും പറഞ്ഞാൽ അത് അത്ര കാര്യമാക്കേണ്ടതില്ല. തൻ്റെ വീര്യം വർദ്ധിപ്പിച്ച് കാണിക്കാനാണ് കർണൻ സംസാരിക്കുന്നത്. ഗുരുപുത്രനായിട്ടുള്ള അങ്ങ് അതൊക്കെ ക്ഷമിക്കേണ്ടതാണ്. ദേഷ്യപ്പെടാനുള്ള സമയമല്ലത്. അർജുനൻ ഇതാ എതിർത്തു വരുന്നു. ഈ അവസരത്തിൽ കർണൻ്റെയും ദുര്യോധനൻ്റെയും വാക്കുകൾ
വാക്കുകൾ കൃപരും ദ്രോണരും ക്ഷമിക്കുകയാണ് വേണ്ടത്. ഒരിടത്തെ 4 വേദങ്ങൾ മാത്രം കാണാറുള്ളൂ, മറ്റൊരിടത്ത് യുദ്ധവീര്യം മാത്രമേ കാണാറുള്ളൂ. എന്നാൽ ഇത് രണ്ടും പൂർണ്ണമായി കാണുന്നത് ദ്രോണാചാര്യരിൽ മാത്രമാണെന്നാണ് എൻ്റെ അഭിപ്രായം. വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ദ്രോണരെ പോലെ പരശുരാമനല്ലാതെ മറ്റാർക്കാണ് അറിയാവുന്നത്? ബ്രഹ്മാസ്ത്രവും വേദങ്ങളും മറ്റൊരിടത്തും ഒന്നിച്ചു കാണാൻ കഴിയില്ല. സൂര്യപുത്രൻ ക്ഷമിക്കണം, കലഹിക്കാൻ പറ്റിയ സമയമല്ലിത്. അർജുനൻ ഇങ്ങോട്ട് എത്താറായ സ്ഥിതിക്ക് നമ്മളെല്ലാവരും കൂടി അവനെ എതിർക്കണം. ബുദ്ധിമാന്മാരുടെ അഭിപ്രായത്തിൽ പഴുതുകൾ കണ്ടെത്തുന്നത് പോലെ നാശമുണ്ടാക്കുന്ന മറ്റൊന്നില്ല. അശുദ്ധാത്മാവ് പറഞ്ഞു. ഞങ്ങളുടെ ന്യായങ്ങൾ അങ്ങ് തള്ളിക്കളയരുത്. ചതിയിലൂടെ ചൂതാടിയതുപോലെയുള്ള തെറ്റായ കാര്യങ്ങളെ ഓർത്ത് ദേഷ്യം വന്നതുകൊണ്ടാണ് ആചാര്യൻ അർജുനൻ്റെ ഗുണങ്ങളെ പുകഴ്ത്തിപ്പോയത്. ശത്രുവിലായാലും നല്ല ഗുണങ്ങളുണ്ടെങ്കിൽ അത് പറയുന്നതിൽ തെറ്റില്ല. ഗുരുവിൻ്റെ കാര്യത്തിലായാലും കുറവുകളുണ്ടെങ്കിൽ അതും പറയരുതാത്തതല്ലല്ലോ. ശിഷ്യൻ്റെ കാര്യത്തിൽ എന്ന പോലെ മകൻ്റെ കാര്യത്തിലും ഗുണകരമായത് പറയേണ്ടതല്ലേ? അത് തെറ്റല്ലല്ലോ. ദുര്യോധനൻ പറഞ്ഞു. ആചാര്യൻ ക്ഷമിക്കണം, സമാധാനമുണ്ടാക്കാൻ എന്താണ് വേണ്ടതെന്ന് കൽപ്പിച്ചാലും. ആചാര്യൻ ദേഷ്യപ്പെട്ട് മാറി നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം പരാജയപ്പെടും. വൈശമ്പായനൻ കഥ തുടരുകയാണ്. ദുര്യോധനൻ ദ്രോണനെ ശാന്തനാക്കി. കർണൻ, ഭീഷ്മർ, കൃപർ എന്നിവരൊക്കെ പറഞ്ഞപ്പോൾ ദ്രോണർ ശാന്തനായി. ദ്രോണം പറഞ്ഞു, ഭീഷ്മൻ പറഞ്ഞ വാക്കുകൊണ്ട് ഞാൻ സമാധാനമായിരിക്കുന്നു. ഇനി നീതി നടപ്പിലാക്കുകയാണ് ഞാൻ ചെയ്യേണ്ടത്. യുദ്ധത്തിൽ ദുര്യോധനോടുള്ള അമിതമായിട്ടുള്ള സ്നേഹം കൊണ്ടോ സാഹസം കൊണ്ടോ എനിക്ക് അർജുനൻ വന്ന് എതിർക്കാത്ത വിധത്തിൽ കാര്യങ്ങൾ ശരിയാക്കണം. ദുര്യോധനൻ ശത്രുവിൻ്റെ കൈകളിൽ പെടാതിരിക്കുകയും വേണം. വനവാസം അവസാനിക്കാതെ അർജുനൻ നേരിട്ടെത്തില്ല. പശുക്കളെ തിരിച്ചു കിട്ടാതെ അവൻ അടങ്ങുകയുമില്ല. എന്നാൽ ദുര്യോധനനുമായിട്ട് അർജുനൻ നേരിട്ട് ഏറ്റുമുട്ടാത്ത രീതിയിൽ നമ്മൾ എന്തെങ്കിലും വഴി കണ്ടെത്തണം. സൈന്യം പരാജയപ്പെടാൻ പാടില്ല. പാണ്ഡവരുടെ അജ്ഞാതവാസം കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പിതാമഹൻ ശരിക്കുത്തരം പറയണം. ഗോകർണ പർവ്വത്തിലെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കേൾക്കാം. അപ്പോൾ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വർണ്ണന അതിവിശദമായിട്ടാണ്. എല്ലാവരും പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ഞാനിവിടെ പിന്തുടരുകയാണ്. അപ്പം ക്ഷമയോടുകൂടിയിട്ട് കേട്ട ജിജ്ഞാസുകളായിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുമുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ്. അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.